Hi guys, welcome back Artless boyde പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കിന്ന് iOS 16ന്റെ ഇമോജീസ് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ കൊണ്ടുവരാനാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങാൻ മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫോണിൽ iOS 16 ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് നമ്മുടെ ഫോണിലേക്ക് സ്റ്റോർ ആക്കുമ്പോൾ നോർമൽ ഇമോജീസ് ആയിട്ടാണ് വരിക. കാരണം എന്താ വെച്ചാൽ അവർ റിലീസാക്കിയിട്ടില്ല. അപ്പോൾ റിലീസാക്കിയാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് iOS 16ന്റെ ഇമോജീസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് കയറുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക. അതായത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുക വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ട്, ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ 2-3 ആപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ തേർഡ് പാർട്ടി അല്ലാത്തൊരു ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ മുന്നത്തെ വീഡിയോസ് ആരും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ iOS, ഇൻസ്റ്റാഗ്രാം, ആൻഡ്രോയിഡിൽ എങ്ങനെ കൊണ്ടുവരാനുള്ള ഫീച്ചേഴ്സാണ് നമ്മുടെ ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്തതും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് zfont പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടായാലും വരിക ജസ്റ്റ് ഈ ഒരു ആപ്പ് നിങ്ങൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ വേറൊരു ആപ്പ് കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, അതായത് Gboard, അതായത് ഗൂഗിളിൻ്റെ കീബോർഡ് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇപ്പോൾ ഗൂഗിൾ കീബോർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇമോജീസ് ആൻഡ് സ്റ്റിക്കേഴ്സ് ആൻഡ് ജിഫ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാത്തിനും എനേബിൾ ആക്കിയിടുക. അപ്പോൾ ഇമോജീസ് വിത്ത് ഫിസിക്കൽ അതും ജസ്റ്റ് എല്ലാം എനേബിൾ ആക്കിയിട്ടിട്ട് നിങ്ങൾ കേട്ടോ ജസ്റ്റ് ബാക്ക് വരിക. zfont പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു ആപ്പാണ്. നമ്മൾ മെയിനായിട്ട് ഇമോജീസ് നമുക്ക് iOS ഇതിലേക്ക് ആഡ് ആക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS ഇമോജീസ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓട്ടോമാറ്റിക്കിലൂടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുക വരും. അപ്പോൾ ഞാൻ ഒരു വട്ടം ഡൗൺലോഡ് ചെയ്ത കാരണമാണ് എനിക്കിവിടെ കാണിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ജസ്റ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക വെച്ചെങ്കിൽ ലാസ്റ്റ് അപ്ലൈ പറഞ്ഞൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് iOS 14 വരുന്ന ഇമോജീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു ഇമോജീസാണ് iOS 14 അല്ല 16 വരാൻ പോകുന്നതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അതായത് iOS 16 വരുന്ന ഇമോജീസാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇമോജീസ് നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളെന്തായാലും zfont ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോണിലേക്ക് ആഡ് ആവാം. ഏകദേശം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരിക ചെയ്യുന്നുണ്ട്. ഫോണിൽ തീം ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതലും ഈ ഒരു ആപ്പ് വെച്ചിട്ട് ഉപകാരമുള്ളൂ. തീം ഓപ്ഷൻ ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വല്ല ആപ്പുകൾ വരിക വെച്ച് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ തീം ഓപ്ഷനുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ നൗ ഒന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2-3 മെത്തേഡ് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഒന്നിൽ തീമിൽ കയറിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ വിയ ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെയാണ് എപ്പോഴും ക്ലിക്ക് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈലിലേക്ക് കയറി പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീമിൽ പോയിട്ട് തീമിലാക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കുക വെച്ചെങ്കിൽ ഇതേമാതിരി തന്നെ നമ്മുടെ തീം ഓപ്ഷനിൽ കയറിയിട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമോജീസ് വർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഓപ്പൺ തീം മാനേജറായി തീം കണ്ടൊരു നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ തീമൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട് ഈ ഫോണിന് തന്നെ. അപ്പോൾ അത് എത്ര ഫോണിലുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇടയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ഫോൺ ഏതാണെന്നും അതിന് പറ്റിയ കുറച്ച് കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരും. ഇപ്പോൾ ഓട്ടോ റെക്കമെൻഡിലാണ് എൻ്റെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഇത് സെറ്റ് ആവുന്നതാണ്. അത് സാംസങ്ങിൻ്റെ ഫോണാച്ചെങ്കിൽ അതിൽ സെറ്റ് ചെയ്യുക, ഹുവായുടെ ഫോണാച്ചാൽ അതിൽ സെറ്റ് ചെയ്യുക, ഓപ്പോ, റിയൽമി, ടെക്നോ, ഇൻഫിനിക്സ് എല്ലാം ഒട്ടുമിക്ക ഫോണിൽ ഒരു കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതാച്ചെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എൻ്റെ ഓട്ടോ റെക്കമെൻഡിൽ എനിക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നോക്കുക. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഇമോജി സെറ്റ് ചെയ്യാൻ നോക്കാം. അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതാച്ചെങ്കിൽ അതിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ആദ്യം എങ്ങനെ അപ്ലൈ ചെയ്യാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ മീ എന്നൊരു ഓപ്ഷനിൽ കയറുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ മുന്നേ ചെയ്തതെന്നാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ തീംസ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെടുക്കുന്നുണ്ട് iOS 16 പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ട്. ആൻഡ് ഇത് iOS 14 കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒക്കെ നമ്മൾ ഇടാച്ച് നമ്മുടെ മുന്നത്തെ തീമുകളൊക്കെ പോവും. അപ്പോൾ ഞാൻ ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ മാത്രം അപ്ലൈ കൊടുക്കണുള്ളൂ. ഇതിൽ അപ്ലൈ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേനും 2-3 സെക്കൻഡിനുള്ളിൽ ഇത് നമ്മുടെ ഇതിലേക്ക് സെറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോണ് ഓട്ടോമാറ്റിക്കലി ഒന്ന് റീബൂട്ടായി വരുന്ന മാതിരി തോന്നും.
ജസ്റ്റ് നിങ്ങൾക്ക് ബാക്ക് വരെ വെച്ചെങ്കിൽ നമ്മുടെ ആപ്പുകളൊക്കെ ഒന്ന് ലോഡായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ തീം ഓപ്ഷനിൽ കയറിയിട്ട് നമ്മുടെ ഇമോജീസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇമോജീസ് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ കയറിയിട്ടുള്ളൂ. iOS 14 ഇമോജീസ് ഇതിലേക്ക് അപ്ഡേറ്റ് അല്ല 16 ഇമോജീസ് ഇതിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ആയ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ കുറേ ഇമോജീസ് ആഡ് ആയിട്ടുണ്ട്. കൈയിൻ്റെ ഇമോജീസാണ് ഇനി വരാത്തതുള്ളൂ. പിന്നെ കുറച്ച് ഇമോജീസ് അവർ പറഞ്ഞ ഇമോജീസൊന്നും നമ്മുടെ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിലേക്ക് iOS 16 ഇമോജീസ് തന്നെ കയറുന്നതാണ്. അപ്പോൾ ഇതുവരെ അതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് അപ്ഡേറ്റ് ആയി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞു തന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി ഫോണിൽ ഇത് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫോണിലേക്ക് തന്നെ വർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ കുറേ പുതിയ ഇമോജീസ് വന്നിട്ടുണ്ട്. അത് 16 ഇമോജീസ് അല്ലാതെ തന്നെ കുറച്ച് അപ്ഡേറ്റ് ചെയ്ത മറ്റേ ഇമോജീസ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും കുറേ ഇമോജീസ് തന്നെ. അപ്പോൾ ഇവിടെ അല്ലാണ്ട് വേറെ ഒന്നും വലിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ വരും, കാരണം അവർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ്. കാരണം ആപ്പിളിൽ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൻഡ്രോയിഡിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും, ഇമോജി കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി ഇതേമാതിരി കൂടുതൽ വീഡിയോസ് ഇട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എന്തെങ്കിലും തുടങ്ങുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇമോജീസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അതിനെ വർക്ക് ചെയ്യുക പറഞ്ഞത്. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ സ്റ്റോറി ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളിനി സ്റ്റോറി ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്റ്റോറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏതൊരു സ്റ്റോറി ആയാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ iOS ഇമോജി ജസ്റ്റ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഉണ്ടോ iOS ഇമോജി കണ്ട് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കയറ്റുക. അതിനുശേഷം നിങ്ങളുടെ ഇമോജി സെക്ഷനിൽ പോവാച്ചെങ്കിൽ നിങ്ങൾക്കിവിടെ കുറച്ച് ഇമോജീസ്, അതായത് നമ്മുടെ iOS ഇമോജീസ് തന്നെയാണ്. നിങ്ങൾക്കിവിടെ കണ്ടോ, ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ടാണ് ഈ ഇമോജീസൊക്കെ നിങ്ങൾക്കിവിടെ വർക്കാവുന്നത് കാണാൻ പറ്റും. അപ്പോൾ ചില ഇമോജീസ് ഉണ്ടോ അപ്ഡേറ്റ് ആയിട്ടില്ല എപ്പോഴും കണ്ട. അത് ചില ഫോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെ ഫോണിലൊക്കെ ചെയ്യുമ്പോൾ ഈ ഇമോജി കിട്ടുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ഇമോജീസ് ചില സമയത്ത് കിട്ടില്ല. പിന്നെ ഈ ഒരു ഇമോജി കിട്ടുന്നുണ്ട്. പിന്നെ ആ മറ്റേ തീയുടെ ഒരു ഇമോജി ലൗച്ചിന് പ്ലസ് ഫയർ ആയിട്ടുള്ളത്, അത് എൻ്റെ കയ്യിൽ ഇടക്കിടയ്ക്ക് വർക്കാവാറില്ല. എന്താ സംഭവം എനിക്കറിയില്ല. പിന്നെ ഇതിൽ വർക്കാവുന്ന കണ്ട, എൻ്റെ കയ്യിൽ വർക്കാവില്ല. പക്ഷേ വേറെ ഫോണിൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചില ഫോണിൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇമോജീസ് വരാത്തതിൻ്റെ പ്രശ്നമല്ലാതെ വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഏതൊക്കെ കിട്ടുന്നുണ്ട് നോക്കുക. എന്തായാലും ഒരു 90% ഇമോജീസ് നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. അഥവാ കിട്ടാതിരിക്കില്ല, കാരണം അത്ര ഇമോജീസിൻ്റെ ആവശ്യമുള്ള നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റായി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കാച്ചെങ്കിൽ കൂടെ ഇമോജീസ് കണ്ടോ, ഈ ഒരു ഫോണ്ടിൽ മാത്രം നമ്മുടെ iOS വർക്ക് ആവുള്ളൂ. അല്ലാത്തതിലേക്കൊക്കെ ഇട്ട് നമ്മുടെ നോർമൽ എങ്ങനെയാണോ നമ്മൾ ഇമോജീസ് ഇടുക ആ ഒരു ലെവലിലാണ് പോവുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ഫോണിൽ മാത്രം ഇട്ട് നമ്മുടെ ഏതൊരു ഇൻസ്റ്റാഗ്രാം ആയാലും ഇതിലിട്ടാൽ മാത്രമേ നമുക്ക് വർക്ക് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി 16 അപ്ഡേറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമോജീസൊക്കെ 16 ഇമോജീസൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റുക ഞാൻ വീഡിയോ അപ്പം തന്നെ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അതായത് ആ ഫോണിൽ പോയിട്ട് വീണ്ടും ഒന്ന് ഡൗൺലോഡ് ആക്കിയിട്ടാൽ ഓട്ടോമാറ്റിക്കലി ആകുമ്പോൾ നമുക്ക് കയറുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ചിലപ്പോൾ പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് ഇട്ടാൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.